രണ്ടാമത്തെ ശത്രു. രണ്ടാമത്തെ ശത്രു ആരാ? രണ്ടാമത്തെ ശത്രു ആരാ? രണ്ടാമത്തെ ശത്രു ആരാ? ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് മൂന്നാമത്തെ, ഏറ്റവും ലാസ്റ്റ് ഇബ്ലീസിനെ പറഞ്ഞു. രണ്ടാമത്തെ ശത്രു പേരാണ് കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാതീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദിൻ അസ്ഖറുഫൽ ഖൗലി വറൂറാ. അല്ലാഹു പറയുകയാ, രണ്ട് ശത്രുക്കളെ ഖുർആൻ പറയുന്നു. സമയത്തിന്റെ പരിമിതിയുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാതീനൽ ഇൻസി വൽ ജിന്നി. രണ്ടാമത്തെ ശത്രു ശയാത്തീനൽ ഇൻസി, മനുഷ്യ പിശാച്. മൂന്നാമതാണ് ജിന്നിലെ പിശാച്. അത് മനസ്സിലായോ? രണ്ടാമത്തെ ശത്രു. ഈ ശത്രുവിനെ പോരാടാൻ 7 ആയുധവും ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാച്. ജിന്നിന്റെ യഥാർത്ഥ ഇബ്ലീസ് മൂന്നാമതാണ്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിശാചുക്കളാണ്. എന്റെ കർമ്മോത്സുകതയുള്ള ഇസ്ലാമിന്റെ തേജസ്സും ഓജസ്സും കർമ്മോത്സുകയുള്ള ചെറുപ്പക്കാരാ, ഈ ലോകത്തിന്റെ മനുഷ്യ പിശാചുകൾക്കെതിരെ ധർമ്മസമരം നടത്താം. പറ്റൂലേ? എന്താ കിട്ടുക? മനുഷ്യ പിശാചുക്കൾ എന്തൊക്കെയാ? ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒത്തിരി പിശാചുക്കൾ നമ്മൾ നടുവിലുണ്ട്. പേര് ഞാൻ പറഞ്ഞിട്ട് ആ പിശാചുക്കളെ പിന്നീട് വേറെ പിശാചാക്കുന്നില്ല. ആ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. എന്താ ഉസ്താദേ പോരാട്ടം നടത്തിയാലുള്ള മനുഷ്യ പിശാചുക്കൾ? ഇസ്ലാമിനെതിരെ, ഖുർആനിനെതിരെ അന്ധവിശ്വാസത്തോടെ ഈ സമൂഹത്തിലേക്ക് നടക്കുമ്പോ ആ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാട്ടം നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണത്? മനുഷ്യ പിശാചുക്കൾ ധാരാളമുണ്ട്. മുസ്ലിമീങ്ങളിലുണ്ട് മനുഷ്യ പിശാചുക്കൾ. എന്റെ ഹിസ്ബുൽ പ്രവർത്തകരടക്കമുള്ളവരോട് ആ മനുഷ്യ പിശാചുക്കളോട് ഇസ്ലാമിനെ കാണുന്നുണ്ട്. ഫാസിസം മാത്രമല്ല, നാസിസം മാത്രമല്ല, സയനിസം മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലെ മനുഷ്യ പിശാചുകൾക്കെതിരെ, അള്ളാഹുവിന്റെ ദീനിനെ വികൃതമാക്കുന്നവർക്കെതിരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് ജീവിച്ചിരുന്ന ഔലിയാക്കളുടെ ആണ്ട് നേർച്ചയുടെ പേര് പറഞ്ഞ് കലാപ്രസംഗവും ഗാനമേളയും നടത്തുന്ന മനുഷ്യ പിശാചുക്കൾ. ഈ അടുത്ത സമയത്ത് ഞാൻ അടൂര് പോയപ്പോ ഒരു പേപ്പർ എന്റെ കയ്യിൽ കിട്ടി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കളമല പള്ളിയിലാണെന്നാണ് ഓർമ്മ. രാവിലെ മക്കാ സിയാറത്ത്, 10 മണിക്ക് കൂട്ടപ്രാർത്ഥന, 11 മണിക്ക് വിധു പ്രതാപിന്റെ ഗാനമേള. ആരുടെ പേരിലാണോ ഇത്? ആരാ നടത്തുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളമായി. ഇതിന്റെ പേരിൽ എന്റെ ഇസ്ലാമീത് പുറത്താക്കിയാൽ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ആരെങ്കിലും ഇമാമികളെ അനുസരിക്കാത്ത, ഖാദിമാരെ അനുസരിക്കാത്ത, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ അനുസരിക്കാത്ത ഏതെങ്കിലും കമ്മിറ്റി അംഗങ്ങളോ മക്കബറ കൊണ്ട് ജീവിക്കുന്ന ഭിക്ഷാന്തരികളോ ഏതെങ്കിലും ചെയ്തു കുട്ടിയാൽ അതിന് പണ്ഡിത സമൂഹമോ പണ്ഡിത സഭയോ ഉത്തരവാദികളല്ല. ഇവിടുത്തെ ഉൽപ്പതികൾ ഇത് പറഞ്ഞിട്ടാണ് മുതലെടുക്കുക. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഏറ്റവും വലിയ മനുഷ്യ പിശാചുകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്ര മക്കബറകൾ! അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങൾ തന്നെ തുറച്ചോക്കണം. സത്യം ആരേലും പറയണ്ടേ? തുണിയില്ലാതെ രാജാവ് ഓടിയപ്പോൾ ചുറ്റുപാട് കൂടി നിന്ന മുഴുവൻ ആളുകളും പറഞ്ഞു കൊള്ളാം, അടിപൊളി. പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചു പറഞ്ഞത് രാജാവ് നഗ്നനാണ്. അതുകൊണ്ട് കൊച്ചുകുട്ടി വിളിച്ചു പറയുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞാൽ കേൾക്കും. പറഞ്ഞാൽ ബസ്സിന് പറയാ എന്റെ പള്ളിയിൽ പറ്റി നിങ്ങൾക്ക് സൗകര്യം ഞങ്ങളിതൊക്കെ നടത്തും. അങ്ങനെയുള്ള കുറെ കമ്മിറ്റിക്കാരുണ്ട്. ഉമറാക്കൾ അധികവും വിവരമില്ല, ജലാശയം ഭരിക്കുന്നതിനാനാ. കടുവാസ്ഥാന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉമറാക്കൾ അധികവും വിവരമില്ല, ജലാശയം ഭരിക്കുന്നതിനാനാ. അള്ളാഹുവിനെ പള്ളി വിളിക്കുന്നവൻ അണ്ണാ ജലാശയം ഭരിക്കാൻ തുടങ്ങി. വരുമാനത്തിലേറെ തോന്നിവാസവും. പള്ളിയിലെ സത്യം പറഞ്ഞപ്പോ ലോകത്ത് ഗ്യാരണ്ടി ഇല്ലാത്ത 2 സാധനമേ ഉള്ളൂ. ഒന്ന് നമ്മുടെ റൂഹും, മറ്റൊന്ന് വലിയൊരു ജോലി. ഏത് സമയത്തും പോകാം, പറ്റില്ലേ പോയിക്കൊള്ളുക. ഖുർആൻ പറഞ്ഞതുപോലെ ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി ലനുഖരിജന്നക യാ ശുഐബ് വല്ലദീന ആമനൂ മഅക മിൻ ഖറിയത്തിനാ ഔ ലതൗലദുന ഫീ മില്ലത്തിനാ. കച്ചവടക്കാരായ മഹല്ലുകാരോട് കച്ചവടത്തിന് പലിശ മേടിക്കുന്ന ശുഐബിനെന്ന് പറഞ്ഞപ്പോ ഖാലൽ മലഉല്ലദീന ഇസ്തക്ബറൂ മിൻ ഖൗമിഹി, അവിടുത്തെ വരേണ്യ വിഭാഗം പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ലനുഖരിജന്നക യാ ശുഐബ്, ഓ ശുഐബ്, ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളുടെ മഹല്ലിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ ഔ ലതൗലദുന ഫീ മില്ലത്തിനാ, ഞങ്ങളുടെ കൂടെ വരണ്ടിനാ തൽഫാത്തിഹ പറഞ്ഞു വായിച്ചത്. ഖുർആൻ കാലികമാണല്ലോ. ഏതിന്റെയും അർത്ഥം അങ്ങനെ തന്നെയാണല്ലോ. എന്റെ പൊന്നു സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബൂജഹലാണെങ്കിൽ അബൂജഹൽ തത്തതോടുകൂടി
അള്ളാഹു പോരാടാൻ തൗഫീഖ് നൽകട്ടെ. പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. സമയായോ? പൊന്നുമോനെ, അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന, നിങ്ങൾ ചോദിക്കും ഉസ്താദേ അതിന്റെ കൂടെ കൂടലല്ലേ നല്ലത്? പെണ്ണ് അത് കാണാനും ഗാനമേള കാണാനും ഓട്ടവാ. ആരാ ഓട്ടം നടത്തുക? ആ ഓട്ടം നടത്തുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന പ്രതിഫലമേടാ. ആ പ്രതിഫലം മനുഷ്യ പിശാചുകളോട് പോരാടിയാൽ സുബ്ഹിൽ സലാം പോലെ കുറെ ചെറുപ്പക്കാരിന് ഉയർന്നു വരണം. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അങ്ങനെ പോരാടിയാൽ കിട്ടുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരട്ടെ. നന്നായിട്ട് മരിക്കാൻ പറ്റും, നന്നായിട്ട് മരിക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് മരിക്കാൻ പറ്റും. ഒരേ കാലഘട്ടത്തിൽ ഒരു മനുഷ്യ പിശാചിനെയും പോരാടിയവരെയും കഥ ഖുർആനിലൂടെ പറഞ്ഞു. രണ്ടോ എത്ര മണിക്ക് എത്തണം? നിങ്ങൾ പറയാം. അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനം പോളിറ്റ് ബ്യൂറോയ്ക്ക് ഞാൻ തന്നെ ആ സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് ഗൗരവത്തോടെ ഇനി കേൾക്കുക. ആ സമയത്താണ് ഒരേ കാലഘട്ടത്തിലെ മനുഷ്യ പിശാചുക്കളും പോരാട്ട വീര്യം നടത്തി സമരപ്പറമ്പിലെ ഏറ്റവും വലിയ ആദർശത്തിന്റെ കാവളം മുടക്കി ആധുനിക ലോകത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളുടെ കഥ പറയുമ്പോ നിങ്ങൾക്കറിയുമല്ലോ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പിശാചാണ്. ആ പിശാചിനെ കാണാനാ പോയി. ഈജിപ്തിലുണ്ട്, അയാളെ കാണാൻ പോയി. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവനും കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം മുഴുവൻ ചുറ്റിക്കാണാൻ $2 മതി. ഈ പിശാചിനെ കാണാൻ $20 വേണമെന്ന് പറഞ്ഞ കാവൽക്കാരൻ. ഞാൻ പോയി കണ്ടു. പോയപ്പോ ഞാൻ വിചാരിച്ചത് ഇവൻ ഏതാണ്ട് ഇവൻ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ 60 അടി ഉണ്ടെന്നാണ് വിചാരിച്ചത്. പോയി നോക്കുമ്പോ കണ്ണാടിച്ചിട്ട് ഒരു 5 അടി 10 അടി ഉള്ളു. പച്ച ഉണക്കക്കമ്പിൽ ടാറ് തേച്ചത് മാതിരി കിടക്കുന്നുണ്ട് ആ മനുഷ്യൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. എവിടെ? ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ. ആരാട്? അവനാണ് പറഞ്ഞത് അനല്ലടി മുൽക്കു മിസ്റ വഹാദിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നൈൽ പോലും ഒഴുകുന്നത് എന്നോട് ചോദിച്ചിട്ടാണടാ. എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരടാ? ആരാ ചോദിച്ചത്? പണ്ഡിതന്മാരെ പറയുമ്പോ, ഒരു കൂട്ടം ചെറുപ്പക്കാര് പറയുമ്പോ, ഞങ്ങളാണ് ഇവിടുത്തെ ഭരണാധികാരികൾ, ഞങ്ങളാണ് പണക്കാർ. ഞാൻ പറഞ്ഞിട്ടാണ് ഈ നാടനങ്ങനെന്ന് പറഞ്ഞ ഫറോവയാണ്. അല്ലാഹുവിൽ വിശ്വസിക്കണേ ഫറോവ, പരലോകം വരും ഫറോവ എന്ന് മൂസാ നബി പറഞ്ഞപ്പോ ഫറോവയ്ക്ക് മനസ്സിലായില്ല. അവസാന ചങ്ങടിൽ കിടന്നിട്ട് ഉപ്പുവെള്ളം തന്റെ അണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവയ്ക്ക് മനസ്സിലായി, ധാരണകളെ തെറ്റിപ്പോയി. ആ സമയത്താണ് ഫിറഔൻ പറയാൻ പോയത്, ആമന്തു ലാ ഇലാഹ ഇല്ലല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയപ്പോ എന്താ സംഭവിച്ചതെന്നറിയോ? ഫഅഖദഹുല്ലാഹു നകാല ആഖിറതി വൽ ഊലാ. ജിബ്രീൽ വന്ന് തൊണ്ടക്കുടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി പറയണ്ടടാ, പറയാനുള്ള സമയം കഴിഞ്ഞു പോയി. എത്ര ആളുകൾ നിങ്ങളോട് തിരുത്തി തന്നനാണ്. ഈ ആഭാസം പാടില്ല, ഈ അശ്ലീലത പാടില്ല, ഈ അനാവശ്യം പാടില്ല, ഈ ആവർത്തനം പാടില്ല എന്ന് പള്ളിയിലെ കാവിയാരും പള്ളിയിലെ ആലിമീങ്ങളും പറഞ്ഞപ്പോ പുച്ഛിച്ച് തള്ളിയവര് നന്നായിട്ടും മരിച്ചില്ലടോ ഫറോവ, നന്നായിട്ടും മരിച്ചില്ല ഫറോവ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പോയപ്പോ ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊലാ. ഈ ആയത്തോടുമ്പോ ഇനി ഓർമ്മ വേണം. ജിബ്രീൽ വന്ന് അണ്ണാക്കിൽ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, സക്കറാത്തിന്റെ വേദനയിൽ കിഴിവ് പറയാനോ വേണ്ട. ചെങ്കടലിലേക്ക് ചത്തുപോയി ഫറോവ. 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോ, 400 വർഷങ്ങൾക്ക് ശേഷം ഫറോവയെ കണ്ടെടുക്കപ്പെട്ടു. അവസാന പസഫിക് മഹാസമുദ്രത്തിൽ സമുദ്ര ഗവേഷകർക്ക് ഒരു മുടിക്കെട്ട് കിട്ടി. ആ മുടി ഇപ്പോഴും മ്യൂസിയത്തിലുണ്ട്. ഇന്റർനെറ്റിൽ പരസ്യം ചെയ്തു, ഒരു മുടി കിട്ടിയിട്ടുണ്ട്, ആരുടെ ഇടങ്ങളില്ല. അങ്ങനെയാണ് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് വാങ്ങിച്ചത്. ഫറോവയുടെ തലയുടെ മറുഭാഗത്ത് ഫറോവയുടെ തലമുടിയടക്കം ലോകത്തിന്റെ ധിക്കാരികൾക്ക് പാഠമായി ഫറോവയെ കണ്ണാടി കൂട്ടി കിടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഫറോവ ചത്തത് ഏറ്റവും ഭീകരമായ മരണമാണ്.
എന്നാ ഈ മനുഷ്യ പിശാചിനെതിരെ പടനയിച്ച ആളാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. കലീമുല്ലാഹി മൂസ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന വിഷയം? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പിശാച്, ഇവിടെ മൂസ. നമ്മൾ ആരാവണം? കാലത്തിന്റെ മൂസ. നമ്മൾ ഫിറൗനാവരുത്. നമ്മളിപ്പോഴും ആരാ? നമ്മള് ഫിറൗൻ. ആരടാ? ഞാൻ ആദ്യം പറഞ്ഞ ആളാരാ? ഫിറൗൻ. ഇപ്പൊ നമ്മളാരാ? എനിക്കപ്പുറത്തേക്ക് ആരാ? ഉയരാണെങ്കിൽ മുക്കരിയാണെങ്കിൽ ദേവാലയത്തിന് മത്താഫി തവാഫി ഉംറയുടെ വസ്ത്രം ഇട്ടായിരുന്നു, ഇഹ്റാമിന്റെ വസ്ത്രം. രണ്ട് ആചാര്യന്മാർ ഒരു വഴക്കുണ്ടായി. പോയ പള്ളിയിൽ അമീറായ ഉസ്താദ് പറഞ്ഞു, വഴക്കുണ്ടാക്കല്ലേ, ഹറമാണ്, വൃത്തിരിക്കുന്ന വസ്ത്രം മതി. എന്തോന്ന് ഹറം? അവിടെ ചെന്നാലും നമുക്കൊന്നും പാടില്ല. ഈ അനാനിയത്ത് പറഞ്ഞാൽ എന്നതിന്റെ അർത്ഥം എന്താ? ആ ഹജ്ജിന് പോയ ആള് അവൻ പള്ളിയിൽ വെള്ളിയാഴ്ച പൊക്കണ ആള് അവിടത്തെ ഫിറൗൻ. ഫിറൗൻ അബൂജഹലിനെ ചത്തെങ്കിലും ലോകത്ത് പിന്നെയും വരൂല്ലേ? വരുമോ? ആര് പറയണല്ലേ? ഖുർആൻ പറഞ്ഞു, വകദാലിക ജഅൽനാ ലികുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ലിയംകുറൂ ഫീഹാ. ഖുർആൻ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ, ഓരോ ഗ്രാമത്തിലും ഒരു കിബറുള്ളവനുണ്ടാവും. അവനാണ് അബൂജഹൽ അല്ലെങ്കിൽ ഫിറൗൻ. ഹജ്ജിന് പോയാലും ആവില്ല. ചില ആളുകൾ ഹജ്ജിന് പോയാൽ ഒന്നുകിൽ അയാൾ നന്നാവും, ഇല്ലെങ്കിൽ രണ്ടാമത് കഅബ ഒന്നുകൂടെ കഴിവേണ്ടി വരും. രണ്ടാലൊന്നും നടക്കും. അവിടെ പോയാലും മാറൂല. ഞാൻ അനുഭവസ്ഥനാ. 204 പേരെ കൊണ്ട് ഹജ്ജിന് പോയ അമീറാണ് ഞാൻ. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇൻഷാ അല്ലാഹ് ഇന്ന് അമീറായിട്ട് പോകില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കുക, ഹജ്ജിന് പോയ ഒരു അമീറായിട്ട് പോയവരോട് ചോദിച്ചു. പക്ഷെ എന്താ ഹറം ഒരു വിഷയമല്ല. എന്നാ മറുഭാഗത്ത് ഫിറൗൻ പറഞ്ഞു, മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ശ്രമിച്ച ആളാണ് ഫിറൗൻ. വെച്ചോ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനൂ ഇസ്രായീൽ വരെ എത്തിയുള്ളൂ. നിങ്ങൾ വിചാരിച്ചെന്നാ മരിക്കണ സമയത്ത് സക്കറാത്തിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തൗബ ചെയ്യാൻ നടക്കൂലൂട്ടി. ഖുർആൻ ആളുകൾ വേണമെന്ന പെണ്ണുങ്ങളോട് ഹജ്ജിന് പോവില്ല, 50 വയസ്സ് കഴിഞ്ഞേ പോകുള്ളൂ. എന്തേ കാര്യം? തിരിച്ചു വന്നാൽ പിന്നെ ഹജ്ജ് ഉമ്മാന്ന് വിളിക്കും. വയസ്സ് കൂടുതലായിട്ട് 60 കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുക. നന്നാവൂല പെണ്ണെ, നന്നാവൂല. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവൻ മരിക്കുന്ന സമയത്ത് പറയാന്ന് വിചാരിച്ച നടക്കൂല. ഖുർആൻ വിഷയം വളരെ വിശാലാണ്. ഖുർആനിലേക്ക് ഇറങ്ങിയ ഒരു രസമാണ്. എന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട വിഷയം ഖുർആനാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമേയുള്ളൂ, ഈ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കണം. അതിന്റെ ഇടയിൽ ഇടത്തോ വലത്തോ കേൾക്കുന്ന അവസരങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. അതിന്റെ ഇടയിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിന്റെ ഇടയിൽ ഇടത്തുനിന്നും വലത്തുനിന്നും കേൾക്കുന്ന അവശബ്ദങ്ങൾക്ക് ഞാൻ ചെവി കൊടുക്കാറില്ല. ചാലിയത്തെ അഹമ്മദ് കോയ ശാരിയാത്തയുടെ ലൈബ്രറിയുടെ മുകളിൽ ഒരു വലിയ ക്ലോക്ക് ഉണ്ട്. അതിന്റെ താഴെ ഇംഗ്ലീഷ് കവിയായ റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ മേശപ്പുറത്ത് പോലെ കവിത ഉണ്ടായിരുന്നു. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കും.